കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രത്യേക വിഷയം നമുക്കൊന്നിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. 2 വാക്യങ്ങൾ വായിക്കാം. ഒന്ന് പഴയ നിയമത്തിൽ നിന്നും ഒന്ന് പുതിയ നിയമത്തിൽ നിന്നും വായിക്കാം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 19. ലേവ്യ പുസ്തകം 19-ാം അധ്യായം, അതിന്റെ 2-ാമത്തെ വാക്യം. യഹോവ പിന്നെ ഈ മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിപ്പീൻ. You shall be holy, for I the Lord your God am holy. Peter chapter 1 verse 16. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഒരു ചെറിയ പഠനം ആ ഭാഗത്ത് നിന്ന് നമുക്ക് നടത്താം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിപ്പീനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Be holy, for I am holy. എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ സഹോദരന്മാരെയാണ്. ഹോളി ബ്രദറൻസ്, വിശുദ്ധ സഹോദരന്മാർ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തെരഞ്ഞെടുത്ത തന്റെ ജനത്തോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ആദിമ നൂറ്റാണ്ടിലെ സഭയിലുള്ള വിശ്വാസികളെ വിളിച്ചിരുന്നത് വിശുദ്ധന്മാരെന്നാണ്. സെയിൻസ് എന്നാണ് അവരെ വിളിച്ചിരുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാക്കിന് വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കത്തോലിക്ക സഭ ചിലരെ മാത്രം വിശുദ്ധന്മാരായി, വിശുദ്ധമതികളായി, അവരുടെ ചില കഴിവുകളെയൊക്കെ ആസ്പദമാക്കി അവരെ വിശുദ്ധന്മാരായി ചില പ്രക്രിയയിലൂടെ അവരെ പ്രഘോഷിക്കുകയാണ്. എന്നാൽ വചനം പഠിക്കുമ്പോൾ അങ്ങനെയല്ല. വചനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ, പുതിയ നിയമത്തിലുള്ള എല്ലാ വിശ്വാസികളെയും വിശുദ്ധന്മാരെന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അവരെയെല്ലാം വിശുദ്ധന്മാരെന്ന് പറയുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ പരിശോധിച്ചാൽ ആ വാക്ക് വിളിക്കപ്പെടുവാൻ അവർ യോഗ്യരല്ലെന്നുള്ളതാണ് കാണുന്നത്. ഉദാഹരണമായിട്ട് കൊരിന്ത്യർ ലേഖനം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, 2 കൊരിന്ത്യർ 1:9 ആ ലേഖനം എഴുതുന്നത് സകല വിശുദ്ധന്മാർക്കും. അതുപോലെ 1 കൊരിന്ത്യർ 1:2 യേശുക്രിസ്തുവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ, they were called as saints. കൊരിന്ത്യ സഭയ്ക്ക് നമ്മൾ എല്ലാ ലേഖനങ്ങളും വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അതറിയാം, അവരെ വിശുദ്ധന്മാരെന്ന് വിളിച്ചെങ്കിലും അവരിൽ ഈ പറയുന്ന വിശുദ്ധിയുടെ വലിയ മാനദണ്ഡങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു. കൊരിന്ത്യ സഭയെന്ന് ശ്രദ്ധിച്ചു നോക്കി, അവരെ വിശുദ്ധന്മാരെന്നാണ് ദൈവം അഭിസംബോധന ചെയ്തെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് അശുദ്ധി ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ വിധത്തിലുള്ള ബിഹേവിയർ ഉള്ളവരെ എന്തിനാണ് ദൈവം വിശുദ്ധന്മാർ എന്ന് വിളിച്ചത്? നമ്മൾ ഈ 2 വേദഭാഗത്തിലും വായിച്ചു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടു. വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് പല വിധത്തിൽ കാണാം. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്നാണ്. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിന് പല സ്വഭാവവിശേഷങ്ങളുണ്ട്. ദൈവം കരുണയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് സവിശേഷതകൾ, അതൊരു പഠനം തന്നെയാണ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. എന്നാൽ ദൈവത്തിന്റെ ഈ സ്വഭാവവിശേഷങ്ങളിൽ മുന്തി നിൽക്കുന്ന ഒന്നുണ്ട്, അത് തന്റെ വിശുദ്ധിയാണ്. നമ്മൾ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ദൈവത്തെ കാണുന്ന സറാഫുകളെ, ജീവികളൊക്കെ അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാണ് ആവശ്യപ്പെടുന്നത്. ആ വിശുദ്ധിയുള്ള ദൈവം തന്റെ ജനത്തോട് ആവശ്യപ്പെട്ട തനിക്ക് പല സ്വഭാവവിശേഷങ്ങളുണ്ട്, കരുണയുണ്ട്, ദീർഘക്ഷമയുണ്ട്. അവിടെ ദൈവം ആവശ്യപ്പെടുന്നത്, ഞാൻ ദീർഘക്ഷമയുള്ളവനാകിയാൽ നിങ്ങൾ ദീർഘക്ഷമയുള്ളവനായിരിക്കണമെന്നല്ലേ, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ദൈവം വിശുദ്ധനാണ്, നമുക്കതറിയാം. എന്താണ് ദൈവം വിശുദ്ധനാണെന്നുള്ളതിന്റെ ആശയം? 2 ആശയമാണ് വരുന്നത്. ഒന്ന്, ഹി ഈസ് അപ്പാർട്ട് ഫ്രം ഓൾ ഓഫ് അസ്. നമ്മളിൽ നിന്നൊക്കെ അവൻ വ്യത്യസ്തനാണ്, വിഭിന്നനാണ്, അവൻ വിശുദ്ധനാണ്. രണ്ടാമത്, അവന്റെ സമ്പൂർണമായ നിർമ്മലത. പ്രവാചകന്മാർ രേഖപ്പെടുത്തുമ്പോൾ പാവം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. അവന്റെ വിശുദ്ധിയെക്കുറിച്ച് വചനത്തിൽ ധാരാളം കാര്യങ്ങളിൽ ആവശ്യപ്പെടുന്നു. എന്താണ് ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഒരാശയം? നമ്മളോട് വിശുദ്ധന്മാരായിരിക്കാൻ പറഞ്ഞു. ദൈവം വിശുദ്ധനാണ്, നമ്മൾ ഓർത്തു, നമ്മളിൽ നിന്നൊക്കെ വിഭിന്നനായ ഉന്നതനായി വസിക്കുന്നു, അവനിൽ യാതൊരു അശുദ്ധിയുമില്ലാതെ അവൻ നിർമ്മലനായ ഒരു ദൈവമാണ്. അതുപോലെ നമുക്കായിരിക്കാനായിട്ട് സാധിക്കില്ലേ? നമുക്കൊരിക്കലും സാധിക്കില്ലേ? നമ്മളിലെ ഒരുപാട് മാലിന്യങ്ങളും പഴയ മനുഷ്യനും ഒക്കെ വസിക്കുന്ന ഒരു ജഡത്തിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു ചലഞ്ച് ചെയ്യുന്ന ഒരു ആഹ്വാനമാണ്. നമുക്കത് സാധിക്കുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ വചനത്തിൽ
എന്താണ് ദൈവം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. നമുക്ക് അതാണ് ആദ്യമായിട്ടൊന്ന് പഠിക്കേണ്ടത്. നിങ്ങളെ വിശുദ്ധന്മാരായിരിക്കണം എന്ന് പറയുമ്പോൾ ബി ഹോളി, എന്താണ് അതുകൊണ്ട് ദൈവം ആശയം ആക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാം. അത് നമ്മൾ ആദ്യം എടുത്ത വേദഭാഗത്തിൽ തന്നെ എടുത്തു വന്നാൽ മനസ്സിലാവും. ലേവ്യ പുസ്തകം 19 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ നമ്മൾ വായിച്ചു, ബി ഹോളി ഫോർ ഐ എം ഹോളി ഈവൻ ആസ് ഐ എം ഹോളി. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. നമ്മൾ ഓർക്കണം, ആരോടാണ് ഇത് പറഞ്ഞത്? ഇസ്രായേൽ മക്കളോടാണ് പറഞ്ഞത്. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. നോക്കിയാൽ ലേവ്യ പുസ്തകം 20 അധ്യായത്തിന്റെ 26 വാക്യം വായിക്കുമ്പോൾ, യഹോവയെ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിനു വേണ്ടി ദൈവം വേർതിരിച്ചു അവരെ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം. ഞാൻ അതുകൊണ്ട് നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുകയാണ്. നമ്മൾ ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ഇസ്രായേലിനെ ദൈവം വേർതിരിച്ചിട്ടാണ് ആവശ്യപ്പെട്ടത്, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങളെ ഞാൻ അതിനാണ് വേർതിരിച്ചത്. നമ്മൾ നോക്കുക, ലോകത്തുള്ള മറ്റ് ജാതികളിൽ നിന്നൊക്കെ ഇവരെ വിഭിന്നമായി ദൈവം പ്രത്യേക ഒരു ജനമാക്കി മാറ്റി. ആവർത്തന പുസ്തകം 7 അധ്യായം പരിചയം ഉണ്ടായേക്കാം. എന്നാൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. 7 അധ്യായത്തിന്റെ ആവർത്തനം 7ന്റെ 6 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് ദൈവമായ യഹോവ തെരഞ്ഞെടുത്തു. യു ഷുഡ് ബി എ സ്പെഷ്യൽ ട്രഷർ അബവ് ഓൾ അതർ നേഷൻസ്. നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തത് മറ്റ് ജാതികളിൽ നിന്ന് നിങ്ങൾ വിഭിന്നരായി. യു ഷുഡ് ബി എ സ്പെഷ്യൽ ട്രഷർ ടു മീ. നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കേണ്ടതിനാണ്. ദൈവത്തിനാണ് അവരെ തെരഞ്ഞെടുത്തത്. 14ന്റെ 2 വാക്യം ആവർത്തനത്തിന്റെ 14ന്റെ 2 വാക്യം ആവർത്തനം 14ന്റെ 2. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നോക്കാം, അവനവരെ തെരഞ്ഞെടുത്തു, വേർതിരിച്ചെടുത്തു. ഇസ്രായേലിനോടൊരു വാക്ക് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 4 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ പറയുന്ന വാക്ക്, ഇസ്രായേൽ എന്റെ പുത്രൻ. ഇസ്രായേൽ ഈസ് മൈ സൺ. ഇസ്രായേൽ എന്റെ പുത്രനാണ്. പഴയ നിയമ പ്രമാണങ്ങൾക്ക് എബ്രായ വാക്കിൽ പറയുന്നത് ടോറ എന്നാണ്. ടോറ എന്ന വാക്കിന്റെ അർത്ഥം ഒരപ്പൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശത്തിനാണ്. ടോറ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് എ ഫാമിലി ഇൻസ്ട്രക്ഷൻ വാട്ട് എ ഫാദർ ഗിവ്സ് ടു ഹിസ് ചിൽഡ്രൻ. തന്റെ മക്കൾക്ക് ഒരു പിതാവ് കൊടുക്കുന്ന ഉപദേശമാണ് ടോറ എന്ന വാക്കുകൊണ്ട് ആശയമാക്കുന്നത്. ന്യായപ്രമാണം എന്ന വാക്കിന്റെ ആശയം അതാണ്. ഒരു പിതാവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തത് നിങ്ങൾ എനിക്കൊരു പ്രത്യേക ജനമായി ഇരിക്കാനായിട്ടാണ്. ഭൂതലത്തിലുള്ള മറ്റ് സകല ജാതികളിൽ നിന്നും വെച്ച് നിങ്ങളെ ഞാൻ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. ഞാൻ വിശുദ്ധനാണ്, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം. ഈ പിതാവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇൻസ്ട്രക്ഷൻ, എങ്ങനെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ഈ ലേവ്യ പുസ്തകത്തിന്റെ മുഴുവൻ ഇൻസ്ട്രക്ഷൻ അവരെങ്ങനെ വിശുദ്ധന്മാരായിരിക്കണം എന്നുള്ളതാണ്. നമ്മളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയത്. അതിന്റെ പൊരുളാണ് നമ്മൾ പുതിയ നിയമത്തിലും വായിക്കുന്നത്. ഈ വിശുദ്ധി എന്നുള്ള വാക്കിന്റെ അതിന്റെ നൗണായിട്ട് വരും സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ വിശുദ്ധീകരണം. എബ്രായർ ലേഖനം 12 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ വരുമ്പോൾ വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല എന്ന് പറഞ്ഞാൽ, ജസ്റ്റിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ് തുടങ്ങിയാണ്. നീതീകരിക്കപ്പെട്ടുവെങ്കിൽ, ഒരുത്തൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടുവെങ്കിൽ അവനിൽ വിശുദ്ധീകരണം ആരംഭിച്ചിരിക്കും. അവനിൽ വിശുദ്ധീകരണം ആരംഭിക്കുന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. അതില്ലാതെ ദൈവത്തെ കാണത്തില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. നോക്കുക, ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നോക്കുക, നമ്മള് അവിശുദ്ധിക്കും അനുസരിച്ച് ഉയരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കും. 1 തെസ്സലോനിയർ 4 അധ്യായത്തിന്റെ 3-4 വാക്യം നോക്കാം. 1 Thessalonians chapter 4, 3 and 4. 1 തെസ്സലോനിയർ 4 അധ്യായത്തിന്റെ 3-4 വാക്യം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടോടി ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരങ്ങൾക്കല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. 7 വാക്യം. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. God has called us to holiness. ദൈവം നമ്മളെ വിളിച്ചത് വിശുദ്ധീകരണത്തിനായിട്ടാണ്.
എഫേസ്യർ 1:4 നോക്കിയാട്ടെ. നമ്മൾ ഓർത്തതുപോലെ ക്രിസ്ത്യ ജീവിതം ഒരു വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രക്രിയ നടക്കുന്ന ഒരു പ്രോസസ് ടൈമാണ്. എഫീഷ്യൻസ് ചാപ്റ്റർ 1:4 അതിന് 4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവന് തെരഞ്ഞെടുത്തു. God has chosen us before the foundation of the world. ഈ ലോകത്തെ സ്ഥാപിക്കുന്ന മുമ്പ് ദൈവം തെരഞ്ഞെടുത്തതിന്റെ 2 ഉദ്ദേശം. നാം വിശുദ്ധന്മാരായിരിക്കണം. 2, we should be holy and we should be blameless. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുക. നാം വിശുദ്ധന്മാരായി മാറുക, അതുപോലെ നിഷ്കളങ്കരായി മാറുക. എന്തായി ബ്ലെയിംലെസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തെ എടുക്കുമ്പോൾ, നമ്മള് പഴയ നിയമ യാഗങ്ങൾ പഠിക്കുമ്പോൾ ദൈവം ആവശ്യപ്പെട്ടു ഊനമില്ലാത്ത ബ്ലെയിംലെസ്, ഊനമില്ലാത്തതിനെ കൊടുക്കണം, ഊനമിതിനെ അർപ്പിക്കരുത് എന്ന് ദൈവം പറഞ്ഞു. ആ വാശയം കൊണ്ട് എന്താ ആവശ്യപ്പെടുന്നത്? ആ മൃഗത്തിന്റെ ഏത് ഭാഗം പരിശോധിച്ചാലും അതിന് കണ്ണുപൊട്ടിയതോ മുടന്തുള്ളതോ ഒന്നും ആകരുത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചും വിശുദ്ധന്മാരും നിഷ്കളങ്കരും, ഹോളി ആൻഡ് ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതത്തെ ദൈവം എടുത്ത് പരിശോധിക്കുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഒരു തുറയിലും ദൈവത്തിനൊരു ഊനം കാണാൻ പാടില്ല. ദൈവത്തിന് എന്റെ ജീവിതത്തിന്റെ ഒരു തുറയിലും ഒരു ഊനം കാണാൻ പാടില്ല. എന്റെ സഭാജീവിതമായിരിക്കാം, എന്റെ കുടുംബജീവിതമായിരിക്കാം, എന്റെ ഭൗമിക ജീവിതമായിരിക്കാം, ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന കാര്യമായിരിക്കാം. എന്റെ ജീവിതത്തിന്റെ ഏതൊരു തുറയെടുത്താലും ഒരു യാഗമൃഗം ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ, അതിന് ഊനമില്ലാത്തെന്ന് പറഞ്ഞാൽ, അതിന് കണ്ണുപൊട്ടാൻ പാടില്ല, അതിന്റെ മുടത് കാണാൻ പാടില്ല, അതിന് ഒരു ഊനവും കാണാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മളിൽ ഒരു കുറവും കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലേ? ഹോളി ആൻഡ് ബ്ലെയിംലെസ്. നാം നമ്മുടെ സന്നിധിയിൽ അങ്ങനെ ആയിത്തീരുവാൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഉദ്ദേശമുണ്ടായിരുന്നു. ഇസ്രായേലിനെ ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തു. അവർ പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ടിട്ട് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം. നമ്മളെ വിശുദ്ധിക്ക് വേണ്ടി ഒരു ആഹ്വാനം ചെയ്യുക. നമുക്ക് നമ്മൾ ഓർത്തു, നമ്മളെ തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാക്കുവാൻ. എന്താണ് വിശുദ്ധി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു. ഐ ഹവ് സെപ്പറേറ്റഡ് യു. വിശുദ്ധി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഡിഫറന്റ് എന്നാണ് അതിന്റെ ഒരാശയം. ദൈവം വിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഹീസ് ഡിഫറന്റ് ഫ്രം ഓൾ ഓഫ് അസ്. നമ്മളിൽ നിന്നെല്ലാം വിഭിന്നമാണ്. ഉദാഹരണമായിട്ട് വിശുദ്ധാലയം മറ്റ് ആലയങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. വിശുദ്ധ ഉപകരണങ്ങൾ അത് മറ്റു ഉപകരണങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. വിശുദ്ധ പുരോഹിതന്മാർ മറ്റു മനുഷ്യരിൽ നിന്നൊക്കെ അവര് വ്യത്യസ്തരാണ്. അവർ വ്യത്യസ്തരെന്ന് മാത്രമല്ല, അവരെ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കാൻ ദൈവം വേർതിരിച്ചിരിക്കുക. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മൾ ഓർക്കണം, വിശുദ്ധന്മാരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഊനമുള്ളവരായി തീരാൻ സാധിക്കും. ദൈവം പറഞ്ഞു, നീ യാഗമർപ്പിക്കുകയാണെങ്കിൽ കന്നുകാലികളോ ഊനമില്ലാത്ത ആടുകളോ ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ അർപ്പിക്കാൻ പാടുള്ളൂ. സുന്നത്തെയും കരടിയും ഒന്നും കൊടുക്കാനൊക്കത്തില്ല. ദൈവം ചിലത് വിശുദ്ധിയുള്ള മൃഗങ്ങളായി ദൈവം പറഞ്ഞു, അതിനെ വേണം ദൈവത്തിന് കൊടുക്കാൻ. പക്ഷേ വിശുദ്ധിയുള്ള മൃഗങ്ങൾ തന്നെ ഊനമുള്ളതായി തീരും, അതും കുറവുള്ളതായി തീരും. അതിനെ അർപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടു. പുരോഹിതന്മാർ ദൈവത്തിനു വേണ്ടി വേർതിരിഞ്ഞവരാ. ലേവ്യ പുസ്തകം 21 അധ്യായത്തിന്റെ 16 തൊട്ടുള്ള വാക്യം വായിക്കണമെന്നില്ല. ലേവ്യ പുരോഹിതന്മാർ തന്നെ ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ഊനമുള്ളവരായി മാറും. അവിടെ അത് വായിക്കുന്നുണ്ട്. അവർ ഊനമുള്ളവരായി മാറും. അവരെ അടുത്തു വരരുത്, യാഗമർപ്പിക്കാൻ അടുത്തു വരരുത് എന്ന് പറയുന്നു. അവർക്ക് ബ്ലെയിം ഉള്ളതായി മാറാം. നമ്മൾ ഓർക്കണം, ഈ പ്രമാണം യഹൂദന് കൊടുക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ദൈവം മനുഷ്യനെ വിശുദ്ധന്മാരാക്കി തീർക്കുവാനാണ് ദൈവം സൃഷ്ടിച്ചത്. നമ്മൾ ഓർക്കണം, ദൈവത്തിന് സംസർഗം നടത്തുവാൻ അവരോടെ സാധിക്കുള്ളൂ. അശുദ്ധിയുമായിട്ട് അവന് ബന്ധമില്ല. ആദമിനെ ഹവ്വയും നമ്മൾ ഓർക്കുന്നു, രണ്ടുപേരെയും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യം. ചിലർക്ക് ചിന്തയുണ്ട് പുരുഷനെ മാത്രമേ ദൈവസ്വരൂപത്തിൽ, അല്ല, അവരെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിച്ചു. അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണിലും പെണ്ണിലും ഒരുപോലെ ദൈവത്തിന്റെ ഇമേജ് ഉണ്ട്. ഇമേജ്, വാട്ട് ഈസ് ദാറ്റ് ഇമേജ്? എന്താ ഇമേജ് എന്ന് പറഞ്ഞാൽ? നമ്മള് അത് പ്രതിഫലിക്കുക, അവന്റെ ക്യാരക്ടർ നമ്മളിൽ പ്രതിഫലിക്കുകയാണ്. അവന്റെ ഹോളിനെസ് നമ്മളിൽ പ്രതിഫലിക്കുകയാണ്. ആ വിശുദ്ധി നമ്മളിൽ പ്രതിഫലിക്കുകയാണ്. അവന്റെ ഇമേജ് നമ്മളിൽ പ്രതിഫലിക്കുകയാണ്.
ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ഓർക്കണം, ഈ ദൈവത്തിന് നമ്മളോടുള്ള ബന്ധം മൂലം സംസർഗം സംതൃപ്തി അടയാനാണ്. ആദമിനൊരു ഔവ്വയെ ലഭിച്ചപ്പോൾ അവിടെ വായിക്കുന്നത്, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസവുമാണെന്ന് അവൻ പറയുമ്പോൾ, ചില പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞ് ഞാൻ വായിച്ചു, ആ വാക്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയമല്ല വന്നിരിക്കുന്നത്. അവൻ ഇങ്ങനെ പറഞ്ഞെന്ന് അവർ പറയുന്നത്, വോ, അത്ഭുതപ്പെട്ടു. അവന്റെ സ്വരൂപത്തിലുള്ള ഒരു ജീവി അവന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസവുമാണ്. നോക്കുക, ജീവിതത്തിൽ എന്തെല്ലാം അവനുണ്ടായിരുന്നു, എന്താ ഇല്ലാത്തത്, എല്ലാം ഉണ്ട്. പരദീസയിൽ അവനെ ആക്കിയിരിക്കുക, അവൻ എന്താ ഇല്ലാത്തത്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അവന് സംസർഗം നടത്തുവാൻ, അവന് സംസാരിപ്പാൻ, ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, മാൻ ബിക്കേം എ ലിവിംഗ് സോൾ, എ സ്പീക്കിംഗ് സോൾ എന്നാണ്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ദൈവം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹി എന്ന് പറഞ്ഞ് ഹി ബിക്കേം എ സ്പീക്കിംഗ് സോൾ. ജീവനുള്ളവരെ സംസാരിപ്പാൻ മനുഷ്യനെ കഴിയുള്ളൂ. ദൈവത്തിന്റെ ആത്മാവുള്ളിൽ വന്നപ്പോഴാണ് അവൻ സംസാരിക്കാൻ തുടങ്ങിയത്. അവൻ അവളോട് സംസാരിച്ചു, അവൾ അവനോട് സംസാരിച്ചു. നോക്കുക, ഇത് വാസ്തവത്തിൽ നമ്മളെ ദൈവം സൃഷ്ടിച്ചതിന്റെ ഒരു മനോഹരമായ മാനദണ്ഡമാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, നോക്കുക, ആദമല്ല പാപം ചെയ്തത്. വചനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്ന, ആദമല്ല, അവയാണ് പാപം ചെയ്തത്. രണ്ടുപേരും തേജസ് കൊണ്ട് പൊതിയപ്പെട്ട് ആദം എത്രമാത്രം അവയെ സ്നേഹിച്ചു കാണും. നിർമ്മലമായ സ്നേഹം. അറിയാമോ, ആ സ്നേഹം ഒരു ഇന്നസെൻസ് ലവ് ആയിരുന്നു. മനുഷ്യനെപ്പോഴാ കോൺഷ്യസ് ഉണ്ടായി? മനുഷ്യന് മനസാക്ഷി എന്ന് പറയുന്ന ഒന്ന് എപ്പോഴാണ് ഉണ്ടായത്? മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനസാക്ഷിയിലുണ്ട്. പക്ഷെ മനസാക്ഷി കുറ്റം വിധിക്കുകയാണ്. തെറ്റ് ശരി കുറ്റം വിധിക്കുക. ആദമിനെ അവയെ സൃഷ്ടിച്ചു കൊടുത്തപ്പോൾ മനസാക്ഷി പ്രവർത്തിക്കുന്നില്ല. എന്താ കാരണം? ദേ വെർ ഇന്നസെന്റ്. നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷഫലം തിന്നപ്പോഴാണ് എന്താ ഉണ്ടായത്? നഗ്നരാണെന്ന് മനസ്സിലായി, അവര് തെറ്റിയതെന്ന് മനസ്സിലായി, അവർക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിച്ചു. മനസാക്ഷി എന്താ ചെയ്യുന്നത്? സെയിം തിങ്ങാണ്. മനസാക്ഷി എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി മനുഷ്യനിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് പാപം ചെയ്ത ശേഷമാണ്. ബിഫോർ ദാറ്റ് ഹി വാസ് ഇന്നസെന്റ്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പറയും ഭയങ്കര ഇന്നസെന്റ് ആണെന്ന് പറയത്തില്ല. അവർക്ക് തെറ്റും ശരിയൊന്നും അറിയത്തില്ല. അങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഔവ്വ വീണ് അവളുടെ ശോഭ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും ആദാം അവിടെ നിൽക്കുക. ആദാമിന്റെ ശോഭ നഷ്ടപ്പെട്ടിട്ടില്ല, അവന്റെ ഇന്നസെൻസി നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ഇന്നസെൻസിയിൽ അവൻ അവളെ സ്നേഹിപ്പാൻ തയ്യാറായതുകൊണ്ടാണ് അവളുടെ കയ്യിലിരുന്ന പഴം അവൻ മേടിച്ച് ഭക്ഷിച്ചത്. ഞാൻ ഓർത്തു, താവ് അറിഞ്ഞോണ്ടാ നമുക്ക് വേണ്ടി പാപമാക്കപ്പെടാൻ തയ്യാറായത്. അവന് പാപമില്ല, ആദം വീണിട്ടില്ലേ, ആദമിന്റെ ഇന്നസെൻസിക്ക് ഒരു കുറവും വന്നിട്ടില്ല, അവന്റെ ആ ശോഭയ്ക്കൊന്നും ഒരു മങ്ങലമേറ്റിട്ടില്ല. പക്ഷെങ്കിൽ അവന്റെ കൂടെയിരിപ്പാൻ കൊടുത്ത ആ സ്ത്രീ, അവൾ ശോഭ നഷ്ടപ്പെട്ട് നഗ്നയായി ലജ്ജ ധരിച്ച് അവൾ നിൽക്കുമ്പോൾ ഒന്നുകിൽ അവൾ അവനെ നഷ്ടപ്പെടും, പക്ഷെ അവളെ നേടാൻ അവിടെ കൂടെ ഇരിപ്പാൻ അവനും അവളുടെ കയ്യിൽ നിന്ന് പഴം മേടിച്ച് ഭക്ഷിക്കുക. സ്ത്രീ കൊണ്ട് കൊടുത്തു, അവൻ മേടിച്ച് തിന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മളെ നേടാൻ വേണ്ടി പാപമാക്കപ്പെട്ടതിന്റെ ഒരു ചിത്രമാണല്ലോ എന്ന് കഴിഞ്ഞ ദിവസം ഞാനിരുന്ന് ധ്യാനിച്ചപ്പോൾ ഞാൻ ഓർത്തുപോയി. ഇവിടെ ഒരു സത്യം കൂടെ നോക്കുക. ആ നഷ്ടപ്പെട്ട നമ്മളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ മനസ്സിലുള്ള വലിയ ആഗ്രഹം, അവന് നമ്മളോട് സംസർഗം വേണം. പരസ്പരം ആദമിന് ഔവയ്ക്ക് ആദമിനുമായിട്ടുള്ള ബന്ധം പോലെ നമ്മളോട് സംസർഗത്തിന് വേണ്ടി ദൈവം കൊതിച്ചു. അതുകൊണ്ടാണ് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചതിന്റെ കാരണം തന്നെ. നിങ്ങളെ പലരും, എനിക്കറിഞ്ഞുകൂടെ, കത്തോലിക്കെന്നൊക്കെ രക്ഷിക്കപ്പെട്ടെന്നവർക്കറിയാം, കാറ്റഗിസമാണ്. നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അത് പഠിപ്പിക്കും. അത് ചില വിശ്വാസ പ്രമാണങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ലോകപ്രസിദ്ധമായ ഒരു കാറ്റഗിസമാണ് വെസ്റ്റ്മിനിസ്റ്റർ കാറ്റഗിസം. അതായത് ആംഗ്ലിക്കൻ ചർച്ചസ് പഠിപ്പിക്കുന്ന കാറ്റഗിസം. ആ കാറ്റഗിസം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്, വാട്ട് ഈസ് മാൻസ് ചീഫ് എൻഡ്? മനുഷ്യനെ കുറിച്ചുള്ള ആത്യന്തികമായ ഉദ്ദേശം എന്താണ്? വാട്ട് ഈസ് ദ ചീഫ് എൻഡ് ഓഫ് മാൻ? ആ കാറ്റഗിസത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അത് ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ആ കാറ്റഗിസത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള ആത്യന്തിക ഉദ്ദേശം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്, മാൻസ് ചീഫ് എൻഡ് ഈസ് ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് ടു എൻജോയ് ഹിം ഫോർ എവർ. മനുഷ്യന്റെ ആത്യന്തികമായ അവനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവനെ ആസ്വദിക്കുകയും ചെയ്യാനാണ്. ബി ഹോളി ഫോർ ഐ എം ഹോളി. അവനെ ആസ്വദിക്കണമെങ്കിൽ, അവനോട് സംസർഗം സാധിക്കണമെങ്കിൽ ആവശ്യത്തിന്മാരായിരിക്കും. ഞാൻ എന്റെ ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞോട്ടെ. എന്നെ ഏറ്റവും കുഴപ്പിച്ച ഒരു പ്രശ്നം ഇതാ. കാറ്റഗിസം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല,
പക്ഷെ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ദൈവമായിട്ട് സംസർഗം നടത്തിയാൽ എങ്ങനെയാ പിന്നെ ജീവിതം ആസ്വദിക്കുന്നത്? 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. നല്ല ചെറുപ്പമുള്ള പ്രായം. നോക്കുക, ഈ 22 വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് ഈ വേദപുസ്തകം പൊക്കിക്കൊണ്ടൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ, ഹൗ കൻ ഐ എൻജോയ് മൈ ലൈഫ്? എന്റെ ജീവിതം ഞാൻ എങ്ങനെ ആസ്വദിക്കും എന്ന് ഞാൻ ഓർത്തുപോയി. അതുകൊണ്ട് അല്പം പ്രായമൊക്കെ ആകട്ടെ, അത് കഴിഞ്ഞിട്ടൊക്കെ രക്ഷിക്കപ്പെടാമെന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇവിടെ ഈ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചപ്പോൾ എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ ചിന്തിച്ചു. മനുഷ്യനെ തെറ്റിദ്ധരിച്ചു. ആൻഡ് സ്റ്റിൽ മാൻ മിസ്അണ്ടർസ്റ്റാൻഡ്സ്. മനുഷ്യൻ ചിന്തിക്കുന്നത് ആ സന്തോഷമല്ല. ഇറ്റ് ഇസ് നോട്ട് ഹാപ്പിനെസ്. വാട്ട് ഈസ് ഹി തിങ്കിങ് ഈസ് അബൌട്ട് പ്ലഷർ. പ്ലഷറും ഹാപ്പിനെസ്സും രണ്ടും രണ്ടാ. ലോകം ഹാപ്പിനെസ് എന്ന് ചിന്തിക്കുന്നതൊക്കെ വാസ്തവത്തിൽ പ്ലഷറിനെയാ പറയുന്നത്. പാപം പ്ലഷർ തരും, ബട്ട് ഇറ്റ് വിൽ നെവർ ബ്രിങ് ഹാപ്പിനെസ്. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തെളിയിക്കാൻ പോകാം. പാപം നമുക്ക് പ്ലഷർ തരും, അത് ചില ഇമ്പങ്ങളൊക്കെ തരും. ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാ കേട്ടോ, തരും. പാപത്തിന് അതിന്റേതായ ഇമ്പങ്ങളൊക്കെ ഉണ്ട്. എബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പാപത്തിന്റെ തൽക്കാല ഭോഗങ്ങളെക്കാൾ, ഇംഗ്ലീഷിൽ വായിച്ചാൽ എങ്ങനെയാണ്, than to enjoy the passing pleasures of sin. അപ്പൊ പാപത്തിന് എന്തുകൊണ്ട്? പ്ലഷറുണ്ട്. ബൈബിൾ പറയുന്നു പാപത്തിന് അതിന്റേതായ പ്ലഷറുണ്ട്. പക്ഷേ ഈ പ്ലഷർ ഒരിക്കലും മനുഷ്യന് സന്തോഷം തരത്തില്ല. ദൈവം പറയുന്ന സന്തോഷം ഇറ്റ്സ് നോട്ട് പ്ലഷർ. ഹാപ്പിനെസ് നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കിയാൽ, വചനത്തിൽ ശ്രദ്ധിച്ചാൽ, മനുഷ്യൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ മടങ്ങിവന്ന് ആ ദൈവമായിട്ടുള്ള നിത്യമായ ബന്ധത്തിൽ അവൻ ജീവിക്കുമ്പോഴാണ് അവന്റെ ജീവിതം സംതൃപ്തി കൊണ്ടടയുന്നത്. ഹാപ്പിനെസ്. പ്ലഷർ എന്ന് പറയുന്നത് അത് വാസ്തവത്തിലെ മിസ്റ്ററി ഓഫ് സിൻ, പാപത്തിന്റെ ഒരു മിസ്റ്ററിയാണ് പ്ലഷർ. എന്ത് സംഭവിക്കുമെന്നറിയാമോ? 51-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ദാവീദ് കരയുന്നത് എന്താ? എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണം. ദാവീദ് പ്ലഷർ ഇല്ലായിരുന്നു. അന്ന് അവന്റെ കൺമുമ്പിലുള്ള ഏറ്റവും വലിയ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ സ്വന്തമായിട്ട് കവർച്ച ചെയ്ത് അവന്റെ പ്ലഷറിന് വേണ്ടി അവൻ ഉപയോഗിച്ചപ്പോൾ, വേർ ഈസ് യുവർ ഹാപ്പിനെസ്? നിന്റെ സന്തോഷം ഇവിടെ പോയി. യു ലോസ്റ്റ് ദാറ്റ് ജോയ്. അതിന്റെ ശേഷമാണ് കരയുന്നത്, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നത്. ഈ അടുത്ത സമയത്തും ഒരു സിനിമാ നടി, ഒരു ചെറുപ്പക്കാരത്തി സൂയിസൈഡ് ചെയ്തു. എനിക്ക് പേരൊന്നും അറിയത്തില്ല, പത്രത്തിലാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഷി വാസ് സോ യങ്. അവളെ പ്രേമിച്ച്, അവള് പ്രഗ്നന്റ് ആയിരുന്നു. അവർക്ക് എല്ലാ പ്ലഷറും ഉണ്ടായിരുന്നു, ബട്ട് ദർ വാസ് നോ ഹാപ്പിനെസ്. സൂയിസൈഡ്. എത്ര പേരാ ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ പാപത്തിനൊരു മിശ്രിയ, പാപം കൊണ്ടുവന്ന് മനുഷ്യനെ ചതിക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ എനിക്ക് പറഞ്ഞുകൂടായിരുന്നു ആ ദൈവം തരുന്ന ഹാപ്പിനെസ് എന്ന് പറയുന്നത് പ്ലഷറിനുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത്. നോ, പ്ലഷർ ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം ഹാപ്പിനെസ് ദാറ്റ് ഗോഡ് ഈസ് ഗിവിംഗ്. 128-ാം സങ്കീർത്തനം എടുത്തേ ഒരു ചെറിയ പഠനം ഞാൻ അവിടെ നിന്ന് കാണിക്കാം. സാംസ് 128, 128-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം നമുക്കൊക്കെ അറിയാം. ഞാൻ വിവാഹവേളകളിലൊക്കെ പല വിവാഹങ്ങൾ നടത്തുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുടുംബജീവിതമുള്ള ബന്ധത്തിലൊക്കെ കുറെ നിന്ന് പഠിക്കും, ആകെ പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ സങ്കീർത്തനം എടുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജിലുള്ള ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ എന്നെ സ്ട്രൈക്ക് ചെയ്ത്. ഈ 128-ാം സങ്കീർത്തനം ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ നമ്മള് ബ്ലെസ്സഡ് എന്നുള്ള വേർഡ് ഏതാണ്ട് 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. മലയാള ബൈബിളിൽ നമുക്ക് ഒരു അനുഗ്രഹം കിട്ടി. ആദ്യത്തെ 2 വാക്യങ്ങൾ ഭാഗ്യവാനെന്നും പിന്നെ 3-4 വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവെന്നും വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് അങ്ങനെയല്ല. എല്ലാ 4 വാക്യവും 4 പ്രാവശ്യം ബ്ലെസ്സഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 128-ാം സങ്കീർത്തനത്തിൽ 2 വാക്കാണ് ബ്ലെസ്സഡ് എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. 2 വാക്ക്, ഹീബ്രുവിൽ 2 വാക്ക്. അത് പഠിക്കാൻ എളുപ്പമാണ്. ആദ്യത്തെ 2 വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏസറ്റിയർ, ആഷർ എന്ന വാക്കാണ്. ആഷർ എന്ന വാക്കിന്റെ അർത്ഥം ഹാപ്പി എന്നാണ്, സന്തോഷം. പിന്നീടുള്ള 4-5 വാക്യത്തിൽ ബ്ലസ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് എബ്രായ ഭാഷയിൽ ബാരക്ക് എന്ന, ബാരക്ക്. ആ ബാരക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബ്ലെസ്ഡ് ഓഫ് ദ ലോർഡ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്.
അപ്പോൾ ഈ 108 സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ഭാഗ്യവാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഭാഗ്യവാൻ എന്നുള്ളതിന്റെ ആശയം സന്തോഷവാൻ എന്നാണ്. ആഷർ, ഹാപ്പി. 3-4 വാക്യത്തില് ബാരക്ക് എന്നുള്ള വാക്ക് യഹോവയിൽ അനുഗ്രഹിക്കപ്പെട്ടത്. മലയാളത്തിൽ അത് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് തോന്നുന്നു. എന്നാൽ ആദ്യത്തെ 2 വാക്യം മലയാളത്തിലും ഭാഗ്യവാൻ എന്ന് തോന്നുന്നു. ഭാഗ്യവാൻ നല്ല ഹാപ്പി എന്നാണ് ആ വാക്ക്. ഇനി നമുക്ക് ആ വാക്കൊന്ന് നോക്കിക്കട്ടെ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും സന്തോഷവാൻ. ഹാപ്പി ഈസ് എവരി വൺ ഹു ഫിയർ ദ ലോർഡ്, ഹു വാക്സ് ഇൻ ഹിസ് വേസ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് അതിന്റെ ആശയം? ആരാണ് സന്തോഷവാൻ? ആ വാക്ക് നോക്കിക്കേ. ആരാണ് സന്തോഷവാൻ? യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവനാണ് സന്തോഷവാൻ. അവനാണ് സന്തോഷവാൻ. അവനാണ് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നത്. അവനാണ് യെരൂശലേമിന്റെ നന്മ കാണുന്നത്. ആ യഹോവയുടെ ഉള്ള അനുസരണം, അവന്റെ വഴികളിൽ നടക്കുക, യഹോവയെ അനുസരിച്ച് അവന്റെ വഴികളിൽ നടക്കുക എന്നുള്ളത് ഒരു ഇന്റേണൽ പ്രിൻസിപ്പിളിനെ ആസ്പദമാക്കിയ യഹോവയെ ഭയപ്പെട്ട് ആന്തരികമാണ്. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച വന്നപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി, ഒരു പാപി ഒരു സിസ്റ്റാമിനോട് പാപം ചെയ്യുമ്പോൾ ഒരു വിശുദ്ധൻ അവന്റെ പിതാവിനോട് സ്നേഹത്തിനെതിരായിട്ട് പാപം ചെയ്യുക. ആ ദൈവത്തെ ഭയപ്പെടാൻ ആവശ്യപ്പെടുന്നു. നമ്മൾ ഓർത്തു, ആ ഭയം എന്ന് പറയുന്നത് ഒരു ടെററല്ല, ഇറ്റ്സ് എ റെഫറൻസ്. സ്നേഹത്തിന്റെ ഭയം. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഭയത്തിൽ അവന്റെ വാക്കനുസരിച്ച് നടക്കുന്ന മനുഷ്യൻ അവനാണ് ഹാപ്പി. നമ്മൾ നോക്കുക, പ്ലഷറും ഹാപ്പിനെസ്സുമായിട്ടുള്ള ആ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആവർത്തനം 11, അത് ഇംഗ്ലീഷ് ബൈബിളുള്ളവരൊന്ന് ശ്രദ്ധിച്ചാട്ടെ. മലയാള ബൈബിളിൽ ഭാഷാന്തരത്തിൽ അതിന് ഒരൽപ്പം പശക് വന്നു. ഞാനത് ചൂണ്ടിക്കാണിക്കാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 11, ആവർത്തന പുസ്തകം 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വാക്കനുസരിച്ചാൽ. അതിന്റെ 13-ാം വാക്യം നോക്കിയേ. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ച ഇന്ന അനുഗ്രഹങ്ങൾ തരുമെന്ന് പറഞ്ഞ് അതിന്റെ 20-ാം വാക്യം, യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസ്സോടിരിക്കും. അത് ഇനി ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. ആരെങ്കിലും ഇംഗ്ലീഷ് ബൈബിളുള്ളവരൊന്ന് ഉറക്കൊന്ന് വായിച്ചേ. യെസ്, മലയാളത്തിൽ ആ ഭാഷാന്തരം വന്നില്ലേ? ഓ, ലുക്ക് അറ്റ് ദാറ്റ് ഫ്രേസ്. നിങ്ങൾ എന്നെ അനുസരിച്ചാൽ യുവർ ഡേയ്സ് വിൽ ബി ലൈക്ക് ദ ഡേയ്സ് ഓഫ് ഹെവൻ വിച്ച് ഈസ് എബവ് ദ എർത്ത്. ഭൂമിക്ക് മീതെ ഉള്ള സ്വർഗത്തിന്റെ ദിവസം പോലെ നിന്റെ ദിവസത്തെ ആക്കും. മലയാളത്തിൽ ആ ഭാഷാന്തരത്താൽ വിട്ടുപോയി. യെസ്, കുറിച്ചുകൊള്ളുക വാക്യം. ദൈവം പറയുന്നു, നീ എന്നെ അനുസരിച്ചാൽ, ഞാൻ നിനക്ക് തന്ന വാക്കുകളെ നീ കേട്ടാൽ, നിന്റെ മക്കളോടുകൂടെ നീ ജീവിക്കുമ്പോൾ നിന്റെ ദിവസങ്ങളെ ഐ വിൽ മേക്ക് യുവർ ഡേയ്സ് ആസ് ദ ഡേയ്സ് ഓഫ് ഹെവൻ വിച്ച് ഈസ് എബവ് ദ എർത്ത്. ഭൂമിക്ക് മീതെയുള്ള സ്വർഗം പോലെ നിന്റെ ദിവസങ്ങളെ ഞാൻ ആക്കി തീർക്കും. ഇതിൽ കൂടുതൽ മനുഷ്യൻ എന്താ വേണ്ടി? ഈ ഭൂമിയിലിരിക്കുമ്പോൾ, അവന്റെ കുടുംബത്തോടുകൂടെ അവൻ ജീവിക്കുമ്പോൾ, അവന്റെ കുഞ്ഞുങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്റെ ദിവസങ്ങളെ സ്വർഗത്തിന്റെ ദിവസം പോലെ ഞാൻ ആക്കി തീർക്കും. ഐ വിൽ മേക്ക് യുവർ ഡേയ്സ് ആസ് ദ ഡേയ്സ് ഓഫ് ഹെവൻ വിച്ച് ഈസ് അബവ് ദ എർത്ത്. അവന്റെ ഹാപ്പിനെസ് എന്തുവാ? അവന്റെ സന്തോഷം എന്ത് ഭയങ്കരമാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ, ഹി ഈസ് ദ ബ്ലെസ്സഡ് വൺ. അവനാണ് സന്തോഷവാൻ. ദൈവത്തോടുള്ള ബന്ധമാണ് വാസ്തവത്തിൽ ഞാൻ ഓർപ്പിച്ച പോലെ നമുക്ക് ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ തരുന്നത്. ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. നോക്കുക, ഇത് മനസ്സിലാക്കിയിട്ടുള്ള വിശുദ്ധന്മാർ. ഞാനിങ്ങനെ ചോദിച്ചോട്ടെ, നമ്മൾ ഓർത്തു, വാട്ട് ഈസ് ഹാപ്പിനെസ് ആൻഡ് വാട്ട് ഈസ് പ്ലഷർ? ഈ താൽക്കാലികമായ ഭോഗങ്ങളെന്ന് പറയുന്നതും നിത്യമായ സ്വർഗത്തിന്റെ സന്തോഷവും രണ്ടും മനസ്സിലാക്കാൻ ഇടയായി മാറി. അങ്ങനെയാണെങ്കിൽ വിശുദ്ധന്മാർ ഈ താൽക്കാലിക ഭോഗങ്ങൾക്ക് വേണ്ടി ഈ സന്തോഷമൊക്കെ വേണ്ടാന്ന് വെക്കുമോ? അങ്ങനെ വെക്കുന്നവരുണ്ട്. എബ്രായലേഖനം 12:16 വായിക്കുമ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. യേശാവ് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തൻ.
അഭക്തൻ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊഫൈൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എ കോമൺ പേഴ്സൺ ഹു ലിവ്സ് ഫോർ ദ വേൾഡ്. ഈ ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. അവന്റെ സമയങ്ങളും അവന്റെ കാര്യങ്ങളൊക്കെ ഈ ലോകത്തിന് വേണ്ടിയാണ്. അവന് ഒരു ഊണിനു വേണ്ടി, താൽക്കാലിക ഭോഗത്തിനു വേണ്ടി വിറ്റുകളയുക. ദാവീദിനെ കുറിച്ച് നമ്മൾ വായിച്ചു. അവനത് ചെയ്തില്ലേ? ദൈവത്തോടുള്ള സന്തോഷം മനസ്സിലാക്കിയ ദാവീദ് അവന്റെ പ്ലഷറിന് വേണ്ടി അവനിത് ട്രേഡ് ചെയ്തില്ലേ? അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു. എന്റെ അസംബ്ലി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ വെല്ലുവിളിച്ചൊരു വാക്യം ഇന്നും മനസ്സിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ദാവീദ് ഇത് ചെയ്തു. ദൈവം ഒരു വാക്ക് പറഞ്ഞു. 2 ശമൂവേൽ 12:8 വാക്യം. അതിന്റെ ആശയം ഇന്നും അറിയാൻ വയ്യാത്ത പോലെ നമ്മുടെ ഹൃദയത്തോട് സ്പർശിക്കുന്ന ഒരു വാക്യമാണ്. 2 ശമൂവേൽ chapter 12:8. 7 വാക്യം നോക്കി. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാന്റെ ഗൃഹവും നിന്റെ പാർപ്പിടത്തിലേക്ക് നിന്റെ യജമാന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നതുകൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. പോരായെങ്കിൽ ഞാൻ ഇതുകൂടെ നിനക്ക് തന്നേനെ. ദൈവം ദാവീദിനോട് പറയുകയാണ്, ദാവീദേ, ഇതെല്ലാം ഞാൻ നിനക്ക് ചെയ്തു, ഇതെല്ലാം നിനക്ക് ചെയ്തു. അവസാന ദൈവം പറഞ്ഞു, പോരായെങ്കിൽ ഇതുകൂടെ ഞാൻ തന്നേനെ. എന്തുകൂടെ തരുമെന്ന് ദൈവം വെളിപ്പെടുത്തിയില്ല. രാജാവായ ദാവീദിന് എന്താ വേണ്ടിയതിനി? എന്റെ വിശ്വാസത്തിൽ ദാവീദിന് ദൈവം കൊടുക്കാനൊരു കാര്യമേ ഉള്ളൂ. ദൈവത്തിന്റെ ഒരു ആലയം പണിയുവാൻ അവൻ അനുവാദം കൊടുത്തില്ല. പോരായെങ്കിൽ ഇന്നതുകൂടെ ഞാൻ നിനക്ക് തന്നേനെ. എന്റെ സൗരീശ്വരന്മാരെ, താൽക്കാലികമായ ഒരു ഭോഗത്തിനു വേണ്ടി, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സന്തോഷത്തിന് പകരം ഈ ജഡീയ അഭിലാഷത്തിന് വേണ്ടി ദാവീദ് ട്രേഡ് ചെയ്തപ്പോൾ ഹി ലോസ്റ്റ് സംതിങ് എറ്റേണലി. നിത്യമായ എന്തോ അവനെന്ന് നഷ്ടമായി. നിത്യമായ എന്തോ നഷ്ടമായി. നമ്മളോട് ദൈവത്തിന് അത് പറയാനിടവരുത്. ഞാൻ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുണ്ട്, ദൈവമേ, എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത്, ഇന്നതുകൂടി ഞാൻ നിനക്ക് തരുമായിരുന്നു എന്ന് എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും പറയാനിടവരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. I don't know. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അത് അറിയാനൊക്കത്തുള്ളൂ. നീ അങ്ങനെ ഇടപെട്ടിരുന്നെങ്കിൽ, നീ അതിനകത്ത് ഏർപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതുകൂടെ നിനക്ക് തന്നേനെ എന്ന് പറയേണ്ടവരരുത്. നമ്മൾ നോക്കുക, നമ്മൾ ഓർത്തതുപോലെ അവനെ എൻജോയ് ചെയ്യുവാൻ. ഈ ദൈവത്തെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശം അവനെ മഹത്വപ്പെടുത്തുവാനും അവനെ ആസ്വദിക്കാനും വേണ്ടിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ വി ഹാവ് ടു ബി ഹോളി. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നാം വിശുദ്ധന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഈ വിശുദ്ധന്മാരായി തീരുവാൻ കഴിയുന്നത്? നമ്മൾ ഓർത്തു നമ്മളെ പ്രത്യേകം വേർതിരിച്ചിരിക്കുക. ഹോളി വൺ എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് സെപ്പറേറ്റഡ്. ഇത്തിരി വായിച്ച് പഠിച്ചൊരു ഭാഗമാണ്. ആ ഭാഗത്തിലേക്ക് തന്നെ ഒന്ന് പോകാം. റോമലേഖനം 12-ാം അധ്യായം. ദൈവം എന്താ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഈ വിശുദ്ധി എന്നുള്ള വാക്കുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കവിടെ ഒരു ചെറിയ പഠനം നടത്തിയേക്കാം. റോമലേഖനം 12-ാം അധ്യായം. വളരെ പരിചയമുള്ള വാക്യം. എന്നാൽ ഈ ഓരോ പ്രാവശ്യവും വചനം പഠിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും അതിനകത്തുനിന്ന് ഒരുപാട് ആശയങ്ങളൊക്കെ വരിക. ആരോ ഒരു പണ്ഡിതൻ പറഞ്ഞ പോലെ, പച്ചയായ വിൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുമെന്ന് പറയുമ്പോൾ ആട് എഴുന്നേറ്റ പച്ചപ്പുല്ല് കാർന്ന് തിന്നു കഴിയുമ്പോൾ പിന്നെയും കാണാം പുതിയ പുതിയ തളിരുകൾ വരുന്ന കാരാണ്. അതാ ദൈവത്തിന്റെ വചനം. നമ്മൾ ഈ ഭാഗം എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ വേർതിരിച്ചിരിക്കുകയാണ്. ഗോഡ് ഹാസ് സെപ്പറേറ്റഡ് അസ്. ഈ സെപ്പറേറ്റ് ചെയ്തപ്പോൾ വിശുദ്ധന്മാരാക്കുവാൻ നമ്മൾ ഈ 12-ാം അധ്യായം, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവമെന്ന് തിരിച്ചറിയണതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. ഇവിടെ നോക്കുക, നമ്മളെ ഒന്ന് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ഒരു യാഗമാണ്. ഈ യാഗത്തെക്കുറിച്ച് പഠിച്ചാൽ പഴയ നിയമ യാഗങ്ങളിൽ പലവിധ യാഗങ്ങളുള്ളതിൽ ഒരു യാഗമാണ് താങ്ക് ഓഫറിംഗ്, സ്തോത്രയാഗം. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. താങ്ക് ഓഫറിംഗ്, ദൈവം ചെയ്ത നന്മകളെ ഓർത്തിട്ട് അവനോട് പ്രത്യുപകാരമായി നന്ദി പറയുവാൻ അടുത്തു വരുമ്പോൾ നമ്മൾ സാധാരണ പറയും, കർത്താവേ നിനക്ക് സ്തോത്രം. എന്നാൽ യഹൂദൻ അതല്ല. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്,
താങ്ക് ഓഫറിംഗ്, സ്തോത്രയാഗമായി നിങ്ങൾ അർപ്പിക്കുന്നെങ്കിൽ സ്തോത്രയാഗം. ദൈവത്തിന്റെ മനസ്സിൽ ഓർക്കുന്നു, ദൈവം എനിക്ക് ചെയ്ത കാര്യങ്ങളെ ഓർക്കുന്നു, ദൈവം ചെയ്ത സകല നന്മകളെയും ഓർത്തു കഴിയുമ്പോൾ ആസ് എ താങ്ക് ഓഫറിംഗ്, ഒരു നന്ദിയുടെ പ്രകടനമായി എന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുകയാണ്. അത് സ്വമേധാ കൊടുക്കുന്ന, വാളണ്ടിയർലി കൊടുക്കുന്ന, ഞാൻ എന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ രണ്ട് കാര്യം ഓർക്കണം. യാഗമായി അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ യാഗം ജീവനുള്ള യാഗമാണ്. ഒരു യാഗപീഠം, ഇന്ന് നമ്മൾ ചിന്തിക്കും യാഗങ്ങളൊന്നും വേണ്ട, യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലോടുകൂടെ സകല യാഗങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു, ഇനി ഒരു യാഗവും നമുക്ക് ആവശ്യമില്ല. ശരിയാണ്, യാഗമൊന്നും ആവശ്യമില്ല. എന്നാൽ നമ്മളെ യാഗമായി കൊടുക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ആ യാഗം താങ്ക് ഓഫറിംഗ് ആണ്, നന്ദിയുടെ ഹൃദയത്തിൽ നിന്നുള്ള യാഗമാണ്. ഈ നന്ദിയുടെ ഹൃദയത്തിൽ നിന്ന് യാഗമായി നമ്മൾ കൊടുക്കുമ്പോൾ ആ യാഗം എങ്ങനെയായിരിക്കുന്നത്? ഹൗ ഡസ് ദാറ്റ് സാക്രിഫൈസ് ലുക്ക് ലൈക്ക്? ആ യാഗം എങ്ങനെ ഇരിക്കും? രണ്ട് കാര്യങ്ങളിലൂടെ പഠിപ്പിക്കുന്നു. ഇത് അല്പം ട്രിക്കി ആയിട്ടുള്ളൊരു ഇതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് വേർപെട്ട വിശ്വാസികൾ. വേർപെട്ട വിശ്വാസികൾ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ട്രിക്കി മാറ്ററാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഡു നോട്ട് ബി കൺഫോംഡ്. കൺഫോം ചെയ്യരുതെന്ന് പറയുമ്പോൾ എളുപ്പമാണ് ചെയ്യാൻ. ലോകത്തോട് അനുരൂപരാകരുത്. അപ്പൊ ലോകം ചെയ്യുന്നതിനെതിരായിട്ട് ചെയ്യുക. ഇതിന്റെ എക്സ്ട്രീമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്കയിൽ പോയപ്പോൾ പെൻസിൽവാനിയ ചെന്നപ്പോൾ അവിടെ ആമിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആമിഷ് കമ്മ്യൂണിറ്റി ഏതാണ്ട് ബ്രദറുകാരുടെ കൂട്ടൊക്കെ ജീവിക്കുന്നവരാണ്. വേദോത്സവം എടുത്ത് ഈ ആമിഷ് കമ്മ്യൂണിറ്റി അവരെ ഒരു പ്രത്യേക, ഇപ്പോഴും ഒരു വണ്ടി ഉപയോഗിക്കത്തില്ല, കുതിരവണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അത്ഭുതപ്പെടുത്തും. അവിടെ ചെന്നപ്പോഴേ ഉള്ള അമേരിക്കയിൽ അയൊക്കെ കെട്ടി തുണിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കില്ല. അവർ ബട്ടണൊന്നും ഉപയോഗിക്കത്തില്ല. ഉടുപ്പിന് ബട്ടണൊന്നുമില്ല, ഏപ്രിൽ പോലൊക്കെ കെട്ടിയൊക്കെയാണ് അവർ നടക്കുന്നത്. ബട്ടൺ ഉപയോഗിക്കുന്നത് ലോക മനുഷ്യന് അന്ന് ബട്ടൺ ഇട്ടത്. അപ്പം അവരുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു നമ്മൾ ബട്ടൺ ഇടാൻ പാടില്ല. ആ ലോകത്തോട് അനുരൂപരാകരുത്. അവരെല്ലാത്തിൽ നിന്നും വേർതിരിഞ്ഞ് അതൊരു എക്സ്ട്രീമിലേക്ക് അവർ പോയി. പലരുടെയും വിശ്വാസം ലോകത്തോട് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ ബട്ടൺ ഇടരുത്, അല്ലെ ഇത് ഇടരുത്, മറ്റേ ഇടരുത് നോക്കിയാ ചിന്ത. സാത്താൻ അത് ശരിക്കും മുതലെടുത്തു. അതായത് എന്റെ സ്വന്തം അമ്മാച്ചൻ, എന്റെ മദറിന്റെ ബ്രദറിന്റെ വൈഫിന്റെ സിസ്റ്റർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവര് ബോംബെയിലോ മറ്റോ ആയിരുന്നു. നാട്ടിൽ വന്നു. ഇടയാറുമുള്ള ആ ഭാഗത്തെങ്ങാട്ടാണ്. വിവാഹപ്രായമായി കല്യാണത്തിന് വന്നപ്പോൾ അന്ന് ഒരു സാരി ഉടുത്തോണ്ട് പന്തലിൽ ഇറങ്ങി. മൂപ്പന്മാരെ വിളിച്ചു പറഞ്ഞു, കയറിപ്പാൻ പറഞ്ഞു. കല്യാണം നടത്തിയില്ല. കരഞ്ഞോണ്ട് അമ്മയുടെ ചട്ടമുണ്ട് എടുത്തിട്ടാണ് ആ സ്ത്രീ നിന്ന് വിവാഹിതയായത്. എന്താ കാരണം? സാരി ഉടുക്കാൻ പാടില്ല. എന്നെ ഞങ്ങളുടെ അസംബ്ലിയിൽ ജോൺ ഞങ്ങൾ അദ്ദേഹത്തിന്റെ മൂത്ത യേശൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇതുപോലെ ഫുൾ സൈക്കിളറ്റ അപ്പൻ കത്രി എടുത്തോണം ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചോളാം. യെസ്, ലോകത്തോട് അനുരൂപരാകുക ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ. എന്താണ് ഈ ലോകത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഫാരിസിക് ട്രാപ്പാണ്. ഇതൊരു പരീശന്മാരുടെ ഒരു തന്ത്രപൂർവമായ ഒരു പ്രത്യേക രീതിയിലേക്ക് പോവുക. ലോകത്തോട് അനുരൂപരാകരുത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ എന്തുവാ? കർത്താവിന്റെ ഉപദേശം പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അതിനു മുമ്പ് റോമലേഖനം 14 അധ്യായത്തിന് 17 വാക്യം വായിക്കുമ്പോൾ, ഞാൻ 2 വാക്യം ഒന്ന് എടുത്തോട്ടെ. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 17, 14 17 വാക്യം എടുക്കുമ്പോൾ അവിടെ വായിക്കുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഇടാതിരിക്കുന്നതും കൈയുള്ള ഷർട്ട് ഇടാതിരിക്കുന്നതും സാരി ഇടാതിരിക്കുന്നതുമല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. പിന്നെന്തോ ദൈവരാജ്യം? അത് ഭക്ഷണവും പാനീയമല്ല. പിന്നെന്തോ കർത്താവേ എടുത്താട്ടെ സുവിശേഷത്തിൽ ഈ ഭക്ഷണവും പാനീയവും അല്ല, പിന്നെന്തുവാ? 2 വാക്യം ഞാൻ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 7 അധ്യായം അതിന്റെ 15 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തോട്ട് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല, അവനിൽ നിന്ന് പുറപ്പെടുന്നത്രേ അവനെ അശുദ്ധമാക്കുന്നത്. ഭക്ഷണവും പാനീയവും അല്ലേ, അകത്തോട്ട് ചെല്ലുന്നതൊന്നുമല്ലേ. ബട്ടൺ ഇടാതിരിക്കുന്നതും കൈ നീളമുള്ള ഷർട്ട് ഇടുന്നതും സാരി ഉടുക്കുന്നതും അല്ലേ ആ ദൈവരാജ്യം എന്ന് പറയുന്നത്.
എന്തോ അവനെ അശുദ്ധമാക്കുന്നേ? പുറത്തോട്ട് വരുന്ന. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം തന്നെ എടുക്കാം. മാത്യു ചാപ്റ്റർ 15 അതിന്റെ 15 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. 15 തൊട്ട് പത്രോസ് അവനോട് ഈ ഉപമ ഞങ്ങളെ തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നുവരെ ബോധമില്ലാത്തവരോ? വായിക്കകത്ത് കിടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറുപ്പുറയിൽ പോകുന്നെന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണമെന്നും ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഇതത്രേ. ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല. ഇറ്റ് ഇസ് നോട്ട് ഔട്ട്വേർഡ്. പരീശന്മാർ ആഗ്രഹിച്ചത് പുറമേയുള്ളതാണ്. നമ്മുടെ ടെസ്റ്റ് ഓഫ് സ്പിരിച്വാലിറ്റി ആത്മീയത്വത്തിന്റെ അളവ് പോലെ പുറമേ ഉള്ളതല്ല. നോ, ആത്മീയത്വത്തിന്റെ അളവ് പോലെ അവന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവന്റെ അകത്തുനിന്ന് പുറപ്പെടുന്നതാണ് അവൻ ആത്മീയനാണോ എന്ന് അവനെ അളക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് പറഞ്ഞത് ഞാനല്ലേ, തിന്നുന്നതല്ല, ഭക്ഷണവും പാനീയവും അല്ല, പുറമേ ഉള്ളതല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. പരീശന്മാരെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം, അവര് ചതകുപ്പ, ജീരകത്തിനും ഒക്കെ അവർ കൊണ്ടുവന്ന് പതാരം കൊടുത്തുകൊണ്ടിരുന്നു. അവർ പുറമേ ഉള്ളതിനാ പ്രാധാന്യത കൊടുത്തു. പുറമേ ഉള്ളത് നമ്മൾ ഓർക്കണം. സിനിമയ്ക്ക് പോകരുതെന്ന് പറഞ്ഞാൽ വേണേ പോകാതിരിക്കാം. സിനിമയ്ക്ക് പോകുന്നൊന്നും തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഇങ്ങനെ ഇത് പലതും ചെയ്യാതിരിക്കാൻ എളുപ്പമാണ് നമുക്ക്. വേണമെങ്കിൽ കൈയില്ലാത്ത ഷർട്ട് ഇടാൻ നടക്കുക. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏത് ഇപ്പം പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയെ ആസ്പദമാക്കിയിരിക്കുന്നു. അത് ഈസിയല്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള, ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മുടെ നാവിനെ നിയന്ത്രിപ്പാൻ ബുദ്ധിമുട്ടാണ്. ഈ ദിവസങ്ങളിലെ ഒരു വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വരുന്നപ്പോൾ ജീവിതാനുഭവങ്ങളിൽ കൂടെയാണ് പലതും പഠിക്കുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തനോട് സംസർഗമരുതെന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 9 തൊട്ട് വായിച്ച ദുർനടപ്പുകാരനോട് സംസർഗമരുതെന്ന് ഞാൻ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടല്ല. പിന്നെ പറയുന്ന ആരോടാ? സഹോദരൻ. 11-ാം വാക്യം, സഹോദരൻ എന്ന പേർപ്പെട്ട ഒരുത്തൻ. അവനെക്കുറിച്ച് പറയുമ്പോൾ പലകൂട്ടം കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അവനോട് സംസർഗമേ അരുതെന്നാ പറയുന്നത്. അതിനകത്ത് ഒരെണ്ണമുണ്ട്. എന്താ? വാവിഷ്ഠാനക്കാരൻ, റെയിലർ. ഈ വാവിഷ്ഠാനക്കാരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തോ? മറ്റുള്ളവരെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞോ നടക്കുക. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അവന്റെ വായിൽ നിന്ന് കാര്യങ്ങൾ അവനെയാണ് വാവിഷ്ഠാനക്കാരൻ അല്ലെങ്കിൽ റെയിലർ എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവനോട് മിണ്ടു പോലും വരുന്നത്, സംസർഗം പോലും വരുന്നത്. ദൈവം എത്ര ഗൗരവമായിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ഹിസ് ടോക്ക്. നമ്മൾ ഓർക്കുക, നമ്മൾ വിശുദ്ധന്മാരായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അങ്ങ് മേജർ ചെയ്ത് പ്രശ്നമുണ്ടാക്കി, കർത്താവ് പറഞ്ഞ പോലെ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ പരീശന്മാരോട് പറഞ്ഞ വാക്ക് വയ്ക്ക്. 23-24 വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ വിതയിച്ചു കളയുകയും ചെയ്തു. വെയിറ്റി വൺസ് അവരെ തേച്ചു കളയുമ്പോൾ നിസ്സാര കാര്യത്തിന് പ്രാധാന്യത കൊടുക്കും. ഇന്നത്തെ വേർപെട്ട സമൂഹത്തെ നോക്കി, ഘനമേറിയതിനൊന്നും വിലയില്ല. നിസ്സാര കാര്യങ്ങൾക്ക് അവർ ഘനമുണ്ടാക്കുകയാണ്. കർത്താവിന്റെ ഉപദേശം നേരെ തിരിച്ചാണ്. കർത്താവിന്റെ ടീച്ചിങ് നമ്മൾ ഓർത്തതുപോലെ ഇതാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വരാൻ നമുക്ക് ഭാഗങ്ങൾ തീർക്കണമല്ലോ. 12-ാം അധ്യായത്തില് നമ്മൾ ഓർക്കണം, ഡു നോട്ട് ബി കൺഫോംഡ്. നിങ്ങൾ കൺഫോം ചെയ്യരുത്, ബട്ട് ബി ട്രാൻസ്ഫോംഡ്. കൺഫോം ചെയ്യരുത്, ട്രാൻസ്ഫോം ചെയ്യണം. അത് ഇംഗ്ലീഷ് ബൈബിളുള്ളവരെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. ആ വാക്ക് 2 കാര്യമാണ്. ഡു നോട്ട് ബി കൺഫോംഡ്, ബട്ട് ബി ട്രാൻസ്ഫോംഡ്. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? കൺഫോമും ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ രണ്ടിനും ഫോം എന്നുള്ള വേർഡുണ്ട്.
കൺഫോം, ട്രാൻസ്ഫോം. ഡു നോട്ട് ബി കൺഫോംഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ്. ഫോം എന്നുള്ള വാക്കിന്റെ മുന്നിൽ പ്രിഫിക്സ് ഉണ്ട്, കോണെന്നും ട്രാൻസ് എന്നും. കോൺ എന്ന് പറഞ്ഞാൽ, കോൺ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിത്തെന്ന്. കൺഫോംഡ്, ലോകം പോലെ ആയിത്തീരുക. ഡു നോട്ട് ബി കൺഫോംഡ്, അതുപോലെ ആയിത്തീരരുത്. ട്രാൻസ്ഫോംഡ്, ട്രാൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിയോണ്ട് എന്ന. ട്രാൻസ് അറ്റ്ലാന്റിക് ഏഷ്യ, ട്രാൻസ് ജോർഡൻ, ട്രാൻസ് ഏഷ്യ, ബിയോണ്ട് ഏഷ്യ. ട്രാൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ബിയോണ്ട് എന്ന. കോൺ എന്ന് പറയുമ്പോൾ വിത്തെന്ന്. ഡു നോട്ട് ബി കൺഫോംഡ്, നിങ്ങള് ലോകത്ത് അതിൽ നിന്ന് വിഭിന്നമാകാനായിട്ടാണ് ദൈവം പറയുന്നത്. എന്നിട്ട് അത് മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ആ വിശുദ്ധിയുടെ മാനദണ്ഡം പുലർത്താൻ കഴിയും. വി നീഡ് ടു ബി ട്രാൻസ്ഫോംഡ്, രൂപാന്തരപ്പെടണം. പുതിയ നിയമത്തിൽ 3 പ്രാവശ്യം അത് കാണുന്നുണ്ട്. ഒന്ന് മറുമലയിൽ, മത്തായിയുടെ സുവിശേഷം 17:2, മർക്കോസ് 9:2, ലൂക്കോസ് 9:29. നമ്മുടെ കർത്താവ് മറുമലയിൽ പ്രാർത്ഥിക്കുകയുള്ളൂ. അവൻ രൂപാന്തരപ്പെട്ടു. ഹി വാസ് ട്രാൻസ്ഫോംഡ്. അവന് രൂപാന്തരം സംഭവിച്ചു. ദെർ വാസ് എ ചേഞ്ച് ഓവർ ഹിം. അവന്റെ പുറമെ ഒരു ചേഞ്ച് ഉണ്ടായി. പിന്നെ നമ്മൾ കാണുന്നു 2 കൊരിന്ത്യർ, 2 Corinthians chapter 3 verse 18. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. കർത്താവ് മറുമലയിൽ രൂപാന്തരപ്പെട്ടു. നമ്മൾ നാൾതോറും രൂപാന്തരപ്പെടണം. റോമലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ലോകത്തോട് അനുരൂപരാകാതെ നിങ്ങൾ രൂപാന്തരപ്പെടണം. ബി ട്രാൻസ്ഫോം, ബിയോണ്ട്. ഇതിനൊക്കെ അപ്പുറമായി അത് സംഭവിക്കേണ്ട എങ്ങനെ? മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുക, ബൈ റിന്യൂയിങ് ദ മൈൻഡ്. നമ്മൾ ഓർക്കണം, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കേണ്ടത് പുറത്തല്ലേ, പുറത്തു വരുന്നത് അകത്തുനിന്നാണ് വരേണ്ടത്. ആ രൂപാന്തരം ഉള്ളിൽ സംഭവിക്കണം. മനസ്സിന്റെ രൂപാന്തരമാണ്. മനുഷ്യന്റെ മനസ്സ് അത് ശുദ്ധിയുള്ളതല്ലെങ്കിൽ അവന് ശുദ്ധിയുള്ളവനായി ജീവിക്കാൻ കഴിയില്ല. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അമി ഖൈമൈക്കൽ എന്ന് പറയുന്ന ഭക്തയായ ഒരു സ്ത്രീ പറഞ്ഞത്, ഒരു പാത്രം നിറച്ച് മധുരമുള്ള വെള്ളമെടുത്തിട്ട് എത്രയിട്ട് കുലുക്കിയാലും അതിനകത്തുനിന്ന് ഒരു തുള്ളി കയ്പ് വെള്ളം പുറത്തു വരത്തില്ല. എന്താ കാരണം? ആ പാത്രം നിറച്ച് മധുരമുള്ള വെള്ളമാണ്. എന്നാൽ കയ്പിന്റെ വെള്ളം ആ പാത്രത്തിൽ നിന്ന് വരുന്നു കുലുക്കുമ്പോൾ. എന്താ കാരണം? അതിനകത്ത് കയ്പാ. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായെ പ്രസ്താവിക്കുന്നത്. അവ രൂപാന്തരം സംഭവിക്കേണ്ടത് എവിടെയാ? അകത്താണ്. ട്രാൻസ്ഫോർമേഷൻ ഷുഡ് ഹാപ്പൻ ഇൻസൈഡ് us. നമ്മളിൽ നാം ചിന്തിക്കുന്ന പോലെയാണ് നമ്മുടെ വ്യക്തിത്വം. സദൃശവാക്യം 23-ന്റെ 7-ാം വാക്യം, ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ കണക്കൂട്ടുന്ന പോലെയാണ്. ഫോർ ആസ് എ മാൻ തിങ്കeth in his heart, so is he. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കണമെങ്കിൽ, ഈ വിശുദ്ധി നമുക്കുണ്ടാകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അവന്റെ ജനനത്തിങ്കിൽ പറഞ്ഞ വാക്ക് വിശുദ്ധ പ്രജയെന്നാണ്. നിത്യാത്മാവിനാൽ തന്നെത്താൻ ദൈവത്തിന് നിഷ്കളങ്കനായി അർപ്പിച്ചു. ഹോളി ഓഫറിംഗ്. അവന്റെ എല്ലാ ചുവടുകളിലും ഹി വാസ് ഹോളി. ആ കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരണമെങ്കിൽ എന്താ മാർഗം? കർത്താവ് ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിച്ചാൽ മതി. കർത്താവ് എന്തിന് പ്രാധാന്യത കൊടുക്കുന്നു, നമ്മളതിന് പ്രാധാന്യത കൊടുക്കുക. കർത്താവ് എന്തിന് പ്രാധാന്യത കൊടുക്കാതിരിക്കുന്നു, അതിന് നമ്മൾ പ്രാധാന്യത കൊടുക്കാതിരിക്കുക. തിങ്ക് ആസ് ഹി ഹാസ് തോട്ട്. അവൻ ചിന്തിച്ച പോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവൻ ചിന്തിച്ച പോലെ നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവന്റെ വചനം പഠിച്ചുകൊണ്ടേയിരിക്കണം. കീപ് ഓൺ സ്റ്റഡിങ് ഹിസ് വേർഡ്. അവനെങ്ങനെ ചിന്തിച്ചു, അവനെങ്ങനെ ബിഹേവ് ചെയ്തു, അവനെങ്ങനെ പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇൻ ഡെപ്ത് സ്റ്റഡി, എഡ്യൂക്കേഷൻ. അവന്റെ വാക്കുകളെ പഠിച്ചുകൊണ്ടേയിരിക്കണം. അവൻ ജീവിച്ച മാർഗങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇത് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. മത്തായി 28-ൽ തന്ന ഏറ്റവും വലിയ ദൌത്യം, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവരോട് പഠിപ്പിക്കുവാൻ, ഉപദേശിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. മേക്ക് ദം ഡിസൈപ്പിൾ ബൈ ലേണിംഗ്. ഒരു ഡിസൈപ്പിൾ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ?
പഠിക്കുന്നവൻ. നിങ്ങൾ സർവ്വലോകത്തിനും പോയി പോകുക. നിങ്ങൾ ലോകത്തിൽ എവിടെ ചെന്നാലും അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ ചില ശിഷ്യന്മാരെ ഉണ്ടാക്കണം. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? പഴയ നിയമത്തിലൊരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇംഗ്ലീഷ് വേർഡ് നമുക്ക് വേണേ പറയാം അപ്രന്റിസ്. അപ്രന്റിസ് എന്ന് പറയാം. ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കൂടെ താമസിക്കുക. ഗുരു പറയുന്നത് മാത്രമല്ല, അവന്റെ ചെയ്തികളും കണ്ട് അവൻ പഠിച്ച് ഒരു അപ്രന്റിസ്. അവനവിടെ വളർന്നു വരുമ്പോൾ അവനാണ് ശിഷ്യൻ. ഭൂമിയുടെ അറ്റത്തോളം പോയി അവനെ ശിഷ്യരാക്കുവാൻ കർത്താവ് പറയുമ്പോൾ അവനിൽ നിന്ന് പഠിക്കുന്ന ഒരു കൂട്ടം ആളുകളാക്കി തീർക്കുക. എന്തിനാ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്? മർക്കോസ് 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ വായിക്കുന്നില്ലേ? അവർ തന്നോടുകൂടെ ഇരിപ്പാനും അവർ പ്രസംഗിക്കേണ്ടതിനും അവൻ അവരെ തെരഞ്ഞെടുത്തു. ദാറ്റ് ദേ ഷുഡ് ബി വിത്ത് ഹിം. അവന്റെ ഡിസൈപ്പിൾസ് ആക്കി അവരെ തീർക്കുക. 3.5 വർഷം കൂടെ കൊണ്ടു നടന്നിട്ട് യോഹന്നാൻ 17 താൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പിതാവേ, ഞാൻ അവരിൽ മഹത്വപ്പെട്ടു. എവിടെ കർത്താവ് മഹത്വപ്പെട്ടു? ഞാൻ അവരിൽ മഹത്വപ്പെട്ടു. യെസ്. 3.5 വർഷം കഴിയുമ്പോൾ ഇവരെല്ലാം വലിയ രൂപാന്തരം കർത്താവിന് കാണാൻ സാധിച്ചു. വെറും മുക്കുവരായ നടന്ന ഈ മനുഷ്യർ കർത്താവിന്റെ കൂടെ നടന്ന് പഠിച്ച് അവരുടെ മനസ്സിന് ചേഞ്ച് വന്നു. ആ രൂപാന്തരം, കർത്താവെ ഞാൻ അവരിൽ മഹത്വപ്പെട്ടു. സന്മാരെ, നമ്മളെ ശിഷ്യന്മാരാക്കുക എന്ന് പറഞ്ഞാൽ വി ഷുഡ് ബി ലേണേഴ്സ്. കർത്താവിൽ നിന്ന് പഠിക്കുക. എന്തിനാ ഇന്നിവിടെ വന്നിരിക്കുന്നത്? ഇന്ന് കർത്താവിന്റെ സ്ഥലത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ. കർത്താവ് ഭൂമി അല്ലെ നമ്മുടെ കൂടെ അങ്ങ് നടന്നേനെ അല്ലേ? നമ്മൾ അവന്റെ കൂടെ പിരിയാതെ നടന്നേനെ. പക്ഷേ ആദ്യ നൂറ്റാണ്ടിലെ സഭ കർത്താവ് സ്വർഗത്തിൽ എടുത്തുകൊള്ളപ്പെട്ട ശേഷം അവരൊന്നിച്ചുകൂടി വചനം പഠിച്ചുകൊണ്ടിരുന്നു. ശിഷ്യന്മാരായ നമ്മളോട് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മൾ നോക്കുക 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. 2 തിമോഥെയോസ് 2-ാം അധ്യായം, 2 Timothy chapter 2 verse 1 and 2. കർത്താവ് ശിഷ്യന്മാരെ ഉണ്ടാക്കി. അവർ പുറപ്പെട്ടു പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കുവാൻ. 2 തിമോഥെയോസ് 2-ാം അധ്യായം, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. നീ പല സാക്ഷ്യങ്ങളുമാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. മേക്ക് അഗെയിൻ ഡിസൈപ്പിൾസ്. ഹാൻഡ് ഇറ്റ് ഓവർ. സ്വന്മാരെ, കർത്താവിന്റെ വചനം നമ്മൾ പഠിക്കാതെ ആ രൂപാന്തരം വിശുദ്ധി നമുക്ക് ഉണ്ടാകത്തില്ല. അവൻ നമുക്ക് വചനം തന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില് ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. 17-ാം വാക്യം, നിന്റെ വചനം സത്യമാണ്, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണം. ദ സാങ്ക്ടിഫിക്കേഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ത്രൂ ഹിസ് വേർഡ്. അവന്റെ വചനത്താലാണ് ആ ശുദ്ധീകരണം നടക്കുന്നത്. വചനം പഠിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ശുദ്ധീകരണം ഉണ്ടാവും? പഴയ നിയമത്തിൽ എന്തിനാണ് അവരെ വേർതിരിച്ചെടുത്തിട്ട് അവർക്ക് ന്യായപ്രമാണങ്ങൾ കൊടുത്തത്? അപ്പൻ മക്കളോട് പറഞ്ഞ പോലെ ആ ഉപദേശങ്ങൾ കൊടുത്ത് അവരത് പഠിച്ച് അവരുടെ വഴികളിൽ അവർ വിശുദ്ധന്മാരായി ചേരുവാൻ കർത്താവ് ആഗ്രഹിച്ചു. നമ്മളുള്ള ബന്ധത്തിലും നിന്റെ വചനം സത്യമാണ്, സത്യത്താൽ നീ അവരെ വിശുദ്ധീകരിക്കണം. നമ്മൾ എത്രത്തോളം വചനം പഠിക്കുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു ഭാഗം നോട്ട് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു, കർത്താവിന്റെ 4 സുവിശേഷം എടുത്താൽ 1800 വാക്കുകൾ കർത്താവ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1800 വേർഡ്സ്. 1800 വാക്കുകൾ, 1800 വേർഡ്സസ് കർത്താവ് പറഞ്ഞായിട്ട് ഈ 4 സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. ഒന്നിൽ അവൻ പറഞ്ഞതോ അല്ലെ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞതോ. ഈ 1800 വാക്കുകളിൽ 180 വാക്ക് കർത്താവ് പറഞ്ഞത് പഴയ നിയമ കൊട്ടേഷനാണ്. 180 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം കർത്താവ് സംസാരിച്ചതിൽ 10-1 പഴയ നിയമ പ്രമാണമാണ് അവൻ പറഞ്ഞു. നമ്മളൊന്ന് എടുത്തു നോക്കിയേ, ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ സംസാരിക്കും? ഒരു ദിവസം എത്ര മണിക്കൂർ നമ്മൾ സംസാരിക്കും? കർത്താവ് സംസാരിച്ചപ്പോൾ 10-1 പഴയ നിയമ ഏടുകളാണ് അവൻ ഉദ്ധരിച്ചത്. അവൻ വചനത്താൽ നിറയപ്പെട്ടിരുന്നു. നമ്മുടെ മുന്നിലുള്ള മാതൃക കർത്താവാണ്. നമ്മളെ വിശുദ്ധന്മാരായി വേർതിരിച്ചിരിക്കുകയാണ്. ലോകത്തിന് അനുരൂപമാകാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ആ തേജസ് നമ്മൾ പ്രാപിച്ച് രൂപാന്തരപ്പെടുകയാണ്.